അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധ മാമോദീസയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മാമോദീസയിൽ എന്താ സംഭവിക്കുന്നത്? അപ്പൊ മാമോദീസ ദിവസം ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചവരാണ്. പാപം സംബന്ധിച്ച് മരിച്ചവരാണ്. മരിക്കുക മാത്രമല്ല, മരിച്ച നമ്മൾ കബറടക്കപ്പെട്ടവരാണ്. മാമോദീസ തൊട്ടിയിലേക്ക് ഒരു ശിശുവിനെ ഇറക്കുന്നത് കബറടക്കുന്നതിന് സൂചനയായിട്ടാണ്. മാമോദീസ തൊട്ടിയിൽ നിന്ന് ഒരു ശിശുവിനെ പുറത്തെടുക്കുന്നത് ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ്. ഹല്ലേലൂയ. പാപം സംബന്ധിച്ച് മരിച്ച് അടക്കപ്പെട്ടിട്ട് പിന്നെ ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്ക് പുതിയ ജീവൻ കിട്ടി. അപ്പോൾ മുതൽ നമ്മുടെ ജീവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ സ്വർഗത്തിലുള്ള സകലത്തിന്റെയും അവകാശിയാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ അപ്പന്റെ സ്വത്തിനെ കുറിച്ച് നമുക്ക് വിചാരമുണ്ടാകണം. സ്വർഗത്തിലുള്ളത് ചിന്തിക്കണം. നമ്മുടെ അപ്പൻ അവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് വിചാരങ്ങൾ എപ്പോഴും സ്വർഗത്തിൽ കേന്ദ്രീകരിക്കണം. ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കണം. ഈ നശ്വരമായ ലോകത്തിന്റെ പറ്റുമാനങ്ങളിലും കെട്ടുപാടുകളിലും ജീവിതം ബന്ധിച്ചിടരുത്. നമുക്ക് ശാശ്വതമായ ഒരു വാസഗേഹമുണ്ട്. ഇനിയും നീട്ടുന്നില്ല. 4 കാരണങ്ങൾ കൊണ്ട് ഉയരത്തിലുള്ളത് സ്വർഗത്തിലുള്ളത് ചിന്തിക്കണം. 1, നമ്മുടെ ജീവൻ സ്വർഗത്തിലാണ്, യേശുക്രിസ്തുവാണ്. 2, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. 3, നമ്മുടെ മണവാളൻ സ്വർഗത്തിലാണ്. 4, നമ്മുടെ അപ്പൻ സ്വർഗത്തിലാണ്. നമ്മുടെ അവകാശവും സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം.